Hello guys, thanks for checking back on my channel, MrChef. നമ്മുടെ ചാനൽ തുടങ്ങി നമുക്ക് വളരെയധികം റിക്വസ്റ്റ് കിട്ടിയ ഒരു ഐറ്റമാണ് ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഒരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ആന്ധ്ര ചിക്കൻ ഫ്രൈ. ഈ ഒരു ഡിഷിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ചിക്കൻ ഫ്രൈ മാതിരി ഇതൊരു ഡീപ് ഫ്രൈ ആയിട്ടുള്ള ഐറ്റം അല്ല. വളരെ കുറച്ച് ഓയിൽ കൊണ്ടാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ റെഡിയാക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും എന്നാൽ ഇതിന് ടേസ്റ്റിന്റെ കാര്യത്തിൽ വളരെയധികം നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മുടെ ചിക്കൻ ഒരു മീഡിയം സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് 1.5 കിലോ ചിക്കനാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കട്ട് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് ഞാൻ 1.5 കിലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാരിനേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, അടുത്തതായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായി നമുക്ക് സ്റ്റവ് എടുത്ത് വെച്ചതിന് ശേഷം ഓണാക്കി ഒരു നോൺ സ്റ്റിക്ക് പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് നമ്മളുടെ മസാലകളൊക്കെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ഈ പ്ലേറ്റിലുള്ള സ്പൈസസ് ആണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുത്തേക്കുന്ന സ്പൈസസ് ഒരു 5 കരയാമ്പു, 2 ചെറിയ കറുവാപ്പട്ട, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. അതുമാതിരി തന്നെ നമ്മളൊരു 10 ഹോൾ റെഡ് ചില്ലിയും എടുത്തിട്ടുണ്ട്. ഇത് വളരെ വലിപ്പം കുറഞ്ഞ റെഡ് ചില്ലി ആയതുകൊണ്ടാണ് ഞാൻ 10 എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റെഡ് ചില്ലിക്ക് വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 5, 6, 7 ഉപയോഗിച്ചാൽ മതി. അടുത്തതായി നമ്മളുടെ ഈ സ്പൈസസ് എല്ലാം നമുക്ക് പാനിലേക്ക് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് സിമ്മറിലാണ്. നമ്മളുടെ സ്പൈസസ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം ഒരു 40 സെക്കൻഡ് ചെറിയ ഫ്ലെയിമിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ സ്പൈസസുകളുടെയൊക്കെ കളർ മാറിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ഇതുമാതിരത്തെ കല്ലിലോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലോ ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് നമുക്ക് നല്ല തരിയായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മളുടെ മസാല ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത്ര ഫൈൻ അല്ലാണ്ട് തന്നെ നമുക്ക് കുറച്ച് തരിയായിട്ടാണ് നമ്മളിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. മസാല എടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നോൺ സ്റ്റിക്ക് പാത്രം സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമുക്കൊരു 3 അതിൽ കറിവേപ്പില ഇതിലേക്ക് ഇടാം. കറിവേപ്പില ഇട്ട് അപ്പം തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മളിന്ന് 3 മീഡിയം സൈസിലുള്ള ഒനിയനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് വിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മളുടെ ഒനിയൻ നന്നായിട്ട് ഇവിടെ കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു 5 ഗ്രീൻ ചില്ലി നടുവേ കട്ട് ചെയ്തതും കൂടെ നമുക്കിടാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പാത്രത്തിൻ്റെ ലിഡ് വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് തന്നെയാണ് ഈ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ആക്കി മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ 10 മിനിറ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് കുക്ക് ചെയ്ത് ഹൈ ഫ്ലെയിമിലാണ്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ ഇതിൻ്റെ ജ്യൂസാണ്. അടുത്തത് നമ്മളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമുക്ക് സിമ്മറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന സ്പൈസസ് നമുക്ക് ഇതിലേക്ക് ഇടാം. സ്പൈസസ് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 1 പിടി ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് പാത്രത്തിൻ്റെ ലിഡ് വെച്ച് ഒരു 10 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. നമ്മൾ ഇനി കുക്ക് ചെയ്യുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മറിലേക്ക് ഇട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഗൈസ്, നമ്മളുടെ അടുത്ത 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കാണുന്ന മാതിരി നമ്മുടെ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് അടുത്തായി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം.
ഗൈസ് നമുക്ക് കാണാവുന്ന മാതിരി നമ്മുടെ ആന്ധ്ര ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ് അടുത്തായിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളുടെ മസാല എല്ലാം കറക്റ്റാണ്, ഉപ്പ് കറക്റ്റാണ്, എരിവ് അത്യാവശ്യമുണ്ട്. ഒരു മീഡിയത്തിന് മുകളിലാണ് നമ്മളുടെ സ്പൈസിനെസ് ഇരിക്കുന്നത്. ഗൈസ് നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, stay healthy until I see you with a different video. Bye bye.